ഹലോ വാട്സപ്പ് യൂട്യൂബ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ മാൾ ഓഫ് ട്രാങ്കൂർ, നമ്മുടെ കളിയിക്കവിള ദേശീയപാതയിലാണ്, സൈഡിലാണ്, സർവീസ് റോഡിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനെ തപ്പിയാണ് ഞാൻ വന്നത്. ഞാനിന്നൊരു യാത്ര പോവുകയാണ്. ഇതൊന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭാവിയിൽ എൻ്റെ ലവറുണ്ട്, എൻ്റെ കുഞ്ഞു. അവളും ഞാനും കൂടെ നമ്മുടെ മക്കളായിട്ടൊക്കെ ഒരു ബിഗ് സ്ക്രീനിൽ ഇതൊക്കെ ഇട്ട് കാണുമ്പം ഞാൻ എൻ്റെ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനൊരു യാത്ര പോയി. ഇതിൻ്റെ ഇതിനു മുമ്പ് പല യാത്രയും പോയിട്ടുണ്ട്, പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ യാത്ര ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, എനിക്ക് നമ്മുടെ ഫാമിലിക്ക് കാണാനായിട്ട്. അപ്പോൾ ഞാനിന്ന് യാത്ര പോകുന്നത് കാളിമലയിലാണ്. കാളിമല ഇന്ന് നല്ല ക്ലൈമറ്റാണ്, വളരെ നല്ല ക്ലൈമറ്റാണ്. ഞാനെൻ്റെ റൈഡിങ് ഗിയേഴ്സും പിന്നെ എൻ്റെ വണ്ടിയെല്ലാം സെറ്റാണ്. ഒരു കൂട്ടുകാരുണ്ട് അതില്ലെന്ന് പറഞ്ഞാൽ തേച്ചവൻ വരുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. അവന് 12 മണിക്ക് അവൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമെന്നാണ് അവൻ പറഞ്ഞത്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവനൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ഞാനൊന്ന് വിളിച്ചിട്ട് നിങ്ങളെ വിളിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ യാത്രയ്ക്ക് വളരെ നല്ല പ്രത്യേകതകളുണ്ട്. കാരണം ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടും അമ്മയായിട്ടൊക്കെ അടിയിട്ടാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത്. ഗേൾഫ്രണ്ട് കട്ടക്കലിപ്പിലാണ്. അവിടുത്തെ ഞാൻ പറഞ്ഞു, നിൻ്റെ സംസാരിക്കണത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് യാത്രയോടാണ് വിനോദം എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടാണ് ഇറങ്ങിയത് ഗൈസ്. മിക്കവാറും ഇന്ന് കട്ടക്കലിപ്പായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ആസ് യൂഷ്വൽ ചീത്തവിളിയായിട്ട് പോവാം. ഇനി എന്താണ് മുമ്പിലുള്ളതെന്നും ഒന്നും അറിയത്തില്ല. ഇപ്പം അവനെ വിളിച്ച്, എൻ്റെ ഉറ്റ തോഴൻ അതുൽ ചന്ദ്രൻ, അദ്ദേഹത്തെ വരും അറിയാണ് ഗൈസ്. വണ്ടി ഇല്ലല്ലോ ഗൈസ്, ഇന്നും വരണില്ലേ? ഞാൻ ഒറ്റയ്ക്കാണോ പോണത്? ഡാൻസൊക്കെ വരണയാണ്. എവിടെയാടേ? വാ പോവാം. നമ്മളപ്പോ ഇങ്ങനെ പുതിയ വണ്ടി എടുത്ത് പോവുകയാണ്. ട്രിപ്പ് നമ്മൾ പോകുന്നത് ഇവിടെ നേരെ, ഇതിപ്പോ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസിന്റെ സർവീസ് റോഡിലാണ്. പാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബൈപ്പാസിൽ നമ്മൾ കയറിയിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ വിടുന്നു പാറശാല. ഇവനൊരു വണ്ടി എടുത്തു ഗൈസ്, ഓട്ടിക്കാറിനൂടാ. 2 പൊക്കമുള്ള 2 ടയറും വെച്ച് 2 വണ്ടി എടുത്തു ഗൈസ്. എന്റെ പുറകെ നിന്ന് ഈ വാത്താളം വിടുന്നതിന്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. നമ്മളെപ്പോഴും റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും. ഒരു കയ്യിൽ ഗ്ലൗ ഉള്ളു, ഒരു കൈ ഗ്ലൗ ഇല്ല, പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ 50,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത എൻ്റെ വാഹനം ഇതുമായിട്ട് ഞാൻ എൻ്റെ സൗത്ത് കേരള മൊത്തം ഞാൻ ഈ വണ്ടി കറങ്ങിയിട്ടുണ്ട്. അതിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, എൻ്റെ സന്തോഷത്തിന് വേണ്ടി കറങ്ങിയതാണ്. ഇവനാണ് എന്നെ എന്ത് ഒബ്സ്റ്റക്കിൾസും ഇവനാണ് എന്നെ തരണം ചെയ്ത് കൊണ്ടുപോകണത്. ഇവനായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് എനിക്ക് ഭയങ്കര വലുതാണ്. ഇവൻ്റെ നമ്പറാണ് എൻ്റെ ഒരു ലക്കിയസ്റ്റ് നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം, ഈ വണ്ടിയുടെ നമ്പർ. അപ്പം ഇതുമായിട്ടാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിലും ഇപ്പോഴും ഇനി എപ്പോഴും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളെ റൈഡർ കണ്ണാപ്പി എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഓ സെയിം ഗൈസ്, അവൻ്റെ വണ്ടിയാണ്, ഹീറോ റാലി പ്രോയാണ് ഗൈസ്. 2 കഴിക്കാനേ, ഇനി കഴിക്കാൻ വയ്ക്കണോ? ഓ അങ്ങനെ ഗൈസ്, നമ്മളെ യാത്ര പോവുകയാണ് ഗൈസ്. ഇപ്പൊക്കെ ഞാൻ ബാക്ക് ചെയ്യുന്ന തരാം. എടുക്കണ കാണട്ടെ. ഇതുവരെ പോയി. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാറശാലയിലോട്ട് പോകുന്ന ഡീവിയേഷനിലാണ്. എൻ്റെ പൊന്നു ഗൈസ്, ഇതാണ് ഓട്ടിച്ചത്. അയ്യോ, അതുൽ ചന്ദ്രൻ അതാണ് ഓടിക്കുന്നത്. ഇത് ഫോർച്യൂണറിലിരുന്ന് പോകുന്ന പോലെയാണ് ഗൈസ് ഇത് ഓടുമ്പോൾ തോന്നുന്നത്. ഇതിൽ നിന്ന് എനിക്ക് അതിൽ കയറുമ്പോൾ ഗ്രേറ്റ് കാളി ബുള്ളറ്റ് ഓടിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് അതിൽ നിന്ന് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഗൈസ്. ഇതെന്തൊരു വണ്ടി ഗൈസ്. ഒരു രസമില്ല. നമുക്ക് ഈ റൈഡറിൻ്റെ അഭിപ്രായം ചോദിക്കാം. ഹലോ അതുൽ ചന്ദ്രൻ, എന്താണ് തികച്ചും അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കടന്നു പോയത്. കാരണം ഇത്രയും ഞാൻ വിചാരിച്ചത് ഓഫ് റോഡിങ്ങിന് മാത്രം മറ്റൊരു വണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഡ്രാഗ് റേസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ്,
ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ടോപ്പ് എൻഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡ്യൂക്ക് 200 ഉള്ളതാണ്. എന്നാലും അതിന് പോലും ടോപ്പ് എൻഡ് ഇത്രത്തോളം കയറുന്നത് കാരണം പുല്ല് പോലെ കയറി പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അതെ ഗൈസ്, വളരെ മനോഹരമായൊരു റൈഡായിരുന്നു. ഇനി അങ്ങോട്ടൊരു 30 കിലോമീറ്റർ, ഇനി നമുക്കൊരു 30 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. ഇതാണ് വണ്ടിയുടെ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. വണ്ടിയുടെ ഒരു 360 വ്യൂ. ഇത് ഒരു രക്ഷയില്ല ഗൈസ്. ഇതൊരു വാഹനമാണെന്ന് തന്നെ തോന്നി. ഒരു ഫോർച്യൂണർ പോലെ ഇരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ പെട്രോൾ അടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് അടിച്ചത്. ഞാൻ കണ്ടു നമ്മുടെ ആറാട്ടുപടി ജംഗ്ഷനാണ് ഗൈസ് ഇത്. ഇവിടെ നിന്ന് നേരെ പോയാൽ നെട്ട പോവും, ഇവിടെ നിന്ന് ഇങ്ങനെ നെട്ട പോവും. ഇത് നേരെ പോകുന്നത് വെള്ളറയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നേരെയാണ്, ഇതുവഴിയാണ് നമ്മളൊന്ന് കാളിപ്പാറ പോകുന്നത്. നമുക്കിനി അവിടെ എത്തിയിട്ട് നല്ല സ്പോട്ട് കാണുമ്പോൾ നിർത്തി ഒരു വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ, മലയാളം ഗൈസ്. നെട്ടയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നെട്ടയിലെത്തി. തൊണ്ട് നെട്ടയിൽ അതിമനോഹരമായ ബ്യൂട്ടി കണ്ടോ ഗൈസ്. നമ്മൾ 2 വണ്ടികളും അതുൽ ചന്ദ്രനും ഇവിടെ ഉണ്ട്. അതുൽ ചന്ദ്രൻ എൻ്റെ പെണ്ണുമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവഴി നമ്മൾ നേരെയാണ് നെട്ടയിലോട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു ബെറോട്ടയും ചിക്കൻ പെരട്ടുമാണ് കഴിച്ചത് ഗൈസ്. അതുൽ ചന്ദ്രൻ. ഹലോ ഗൈസ്, നമ്മളിപ്പം ഇതിൻ്റെ പാതയിലാണ്, കാളിമലയിലോട്ട് കയറിയിരിക്കുകയാണ്. ബൈക്ക് കയറാൻ പ്രയാസമാണ്, അത്യാവശ്യം ഓഫ് റോഡുണ്ട്. ചെറിയ ഓഫ് റോഡ് എന്നാലും കുഴപ്പമില്ല, കയറി വരും. ഇനി ഓഫ് റോഡ് ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല, കുരിശല്ല. ഇവിടെ നടന്നു പോകണം, അപ്പുറത്തൂടെ പോകണം. ഗൈസ്, നമ്മളങ്ങനെ കാളിമല എത്തിയിരിക്കുന്നു ഗൈസ്. വളരെ നല്ല ഓഫ് റോഡിങ് ആയിരുന്നു. മഴയില്ല ഗൈസ്, പക്ഷേ നല്ല വ്യൂ ഉണ്ട്, തണുപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യൂ, അതിമനോഹരമായ വ്യൂ ആണ് ഗൈസ്. പക്ഷേ വെള്ളം ഒഴുകുന്നു നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഒരു അരുവി, ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം തന്നെ. ഗൈസ്, നമ്മളങ്ങനെ കാളിമലയിൽ എത്തി. ഇതായിരുന്നു, ഇത്രയും ദുർഘടം പിടിച്ച പാതയായിരുന്നു. കുറച്ച് ബൈക്കിലൊക്കെ വരുന്ന റിസ്ക്കാണ്. പിന്നെ പ്രോപ്പർ റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ട് വീണ് കൈയും കാലൊക്കെ ഒടിഞ്ഞ് വരാൻ തയ്യാറാവുന്നവർക്ക് വരാം, കുഴപ്പമില്ല. നമ്മളിവിടെ എത്തി. മുകളിൽ ഇങ്ങനൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗൈസ്, ഇങ്ങനൊരു റോഡുണ്ട് ഗൈസ്, ഒരു ബാരിക്കേഡുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പക്ഷേ ബൈക്കിലങ്ങ് പോയി. കന്നന്തിരമാണ് കാണിച്ചത്, ശരിയാണ്. എന്നാലും നമ്മളങ്ങ് മുകളിൽ പോയപ്പോൾ ഒരു ചേട്ടൻ തലകുട്ടി വിട്ട്. ചേട്ടൻ പറഞ്ഞു ഇതേപോലെ താഴെ പോലീസുകാർ വരികയാണെങ്കിൽ താക്കോലും കൊണ്ട് അന്നേരം പറഞ്ഞു പോകും, പിന്നെ വീട്ടിൽ പോകണം, ഇന്ന് നാളെ നടക്കില്ല എന്നുള്ള രീതിയിൽ ചേട്ടൻ
ഭീഷണിയുടെ സ്വരത്തിൽ നല്ല ഭാഷയിൽ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ അതുൽ ചന്ദ്രൻ അവിടെ എന്തൊരു പരിപാടിക്ക് പോയിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, അതുൽ ചന്ദ്രൻ കാട്ടിൽ പിഴുക്കുകയാണോ? അല്ല, ഫോട്ടോ എടുക്കുകയാണോ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ ബൈക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു 1.5 കിലോമീറ്ററും കൂടെ ഉണ്ട്. അത് കുറച്ച് ടാസ്ക്കാണ്, പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പോയിട്ട് വരാം. പിന്നെ ഉള്ളത് വന്നിട്ട് രാവിലെ ഫുഡ് കഴിച്ചു. ബെറോട്ടയും ചിക്കൻ പെരട്ടുമാണ് കഴിച്ചത്. കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ വിഴിഞ്ഞത്താണ് കഴിച്ചത്. കാരണം ബൈപ്പാസ് വഴി വരുന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു കുത്തുവാളെടുത്തു. പിന്നെ കാഞ്ഞിരംകുളത്ത് വന്നേ നിൽക്കാൻ പറ്റുമോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നു. നമ്മൾ വരുന്ന റൂട്ട് നെട്ടേന്ന് ഇടത്തോട്ട് തിരിയണം. നെട്ട ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇടത്തോട്ടൊരു റോഡുണ്ട്. അത് നമ്മളെ ചിറ്റാർ ഡാമിലോട്ട് പോകുന്ന വഴി തന്നെ. അത് നേരെ ചെന്ന് കയറുന്നത് പേപ്പാറയിലോട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു റൂട്ടുണ്ട്. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി എവിടെയെങ്കിലും എത്തുമ്പം എന്തെങ്കിലും ഒരു വിശേഷങ്ങളുമായിട്ട് ഞാനും വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഗായ്സ്, ഞാനും എൻ്റെ അവളുമായിട്ട് കട്ടാടിയാണ്. അവൾ അമ്പിനും വില്ലിനും അടുക്കണില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചിലപ്പോൾ അവൾ അടുക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ യാത്രകൾ അവസാനിക്കുന്നില്ല. വീട്ടിൽ കയറി എൻ്റെ മാതാശ്രീയുടെ വായിൽ നിന്ന് 2 പള്ളം കേട്ട് ചൂട് ചായയും കുടിച്ച ഓക്കെ ആവും. ഒരു രാത്രി വിളിച്ച് അവളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീർന്ന് നാളെ ഇനിയിപ്പോൾ ജോലിക്ക് വേണം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഗൈസ്. ഓക്കെ, ബൈ ദ ബൈ. നമുക്കിനിയിപ്പം മറ്റൊരു വീഡിയോ ആയി. നമ്മൾ ചിലപ്പോൾ ബൈക്കിന് മാത്രമല്ല, നമ്മൾ ബസ്സിലും ട്രെയിനിലും പിന്നെ ട്രെയിനിലും പിന്നെ ബസ്സും ട്രെയിനും പറഞ്ഞു. ഇനി അതുകൊണ്ട് ബൈക്കിലും ഒക്കെ വീണ്ടും യാത്രയായിട്ട് വീണ്ടും വരും. അപ്പം ഞാൻ എൻ്റെ ബാക്കിലും 3 മാമന്മാർ 2 മാമന്മാർ കൊണ്ടുവന്ന് പറയാനുണ്ട് ഗൈസ്. ഒരു മാമ എന്നെ നോക്കിയാണ് എന്തിനോ പറയുകയാണ് കേട്ടോ. നമ്മളത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഗൈസ്. ഈ 5 സബ്സ്ക്രൈബേഴ്സ് ആവും. 3 അക്കൗണ്ടിൽ നിന്ന് ഞാനും പിന്നെ അവളും പിന്നെ അമ്മയും പിന്നെ എൻ്റെ ഒരു തോല ഉണ്ടല്ലോ, ഒരു കൂട്ടുകാരൻ, അവനും സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. ഓക്കെ ഗൈസ്, ടാറ്റ, പിന്നെ കാണാം. സീ യു. പുതിയ വ്ളോഗ് ഇന്ന് യൂട്യൂബ് ചാനൽ എങ്ങനെ യൂട്യൂബ് ഇടാൻ അറിയാമോ? യൂട്യൂബ് ഇടാൻ പോകണം ഗൈസ്. നമ്മളെ